സോഴ്സാണ് നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ്. അടിപൊളി ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റൻ ആണ്. പല കുട്ടികളും ഇത് ചെയ്ത് കാണാൻ സാധ്യത കുറവാണ്. കാരണം ഇത്തിരി കുഴപ്പം പിടിച്ച ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെയാണ് ഇത് മിക്കവാറും തെറ്റാനൊക്കെ സാധ്യതയുണ്ട്. ഈ ക്വസ്റ്റന്റെ കൂടെ ഒന്ന് രണ്ട് പാർട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓർഡറും ഡിഗ്രിയും എഴുതുക എന്നുള്ളതാണ്. രണ്ടാമത് ഇതിന്റെ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ, നെക്സ്റ്റ് സോൾവ്. ആ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ എന്നുള്ളത് കൊണ്ട് ഇത് ഏത് ടൈപ്പ് ആണെന്ന് മനസ്സിലായി. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ ടൈപ്പായി. നമുക്ക് ഇതിന് മൂന്ന് ടൈപ്പാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് വേരിയബിൾ സെപ്പറബിൾ, രണ്ടാമത്തെ ഹോമോജീനിയസ്, മൂന്നാമത്തേത് ലീനിയർ. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ലീനിയർ തന്നെയാണ് എക്സാമിന് വന്നതും അത് തന്നെയാണ്. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ക്രാഷ് ആണ് നിങ്ങളുടെ എക്സാമിന് വേണ്ട. ക്രാഷ് എന്ന് പറയുന്നത് എക്സാമിന് ഉറപ്പിച്ച് വരുന്ന ക്വസ്റ്റൻസുകളുടെ മാത്രമായിട്ടുള്ള ക്ലാസ് ആണ്, റിവിഷൻ ആയിട്ടുള്ളത്. ഏകദേശം നല്ല രീതിയിൽ കൂടെ മാർക്ക് കിട്ടാൻ പറ്റുന്ന രീതിയിൽ കൂടെയാണ് അതിന്റെ ക്ലാസ്സുകൾ തരുന്നത്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. സോൾവ് ചെയ്തതിന് മുമ്പ് ഞാൻ പറഞ്ഞ ഓർഡറും ഡിഗ്രിയും. ഇതിന്റെ ഓർഡർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി, ഇത് dy/dx എന്നാണ് അല്ലേ. dy/dx എന്നാണ് തുടങ്ങുന്നുവെങ്കിൽ വേറെ എങ്കിലും ഡെറിവേറ്റീവിന്റെ കാര്യം ഇതല്ലാതെ വേറെ എങ്കിലും ഡെറിവേറ്റീവ് ഉണ്ടോ? dy/dx കാണുന്നുണ്ടോ? d² എന്നോ dq ഒന്നുമില്ല. അതുകൊണ്ട് ഓർഡർ ഈസ് 1. നെക്സ്റ്റ് ഡിഗ്രി 1 തന്നെയാണ്. കാരണം ഈ ഓർഡർ ആയ dy/dxന്റെ ഹോൾ പവർ, ഇവിടെ ഹോൾ പവർ ആരും ഇല്ല എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. ഓർഡറും ഡിഗ്രിയും 1 ആണ്. അപ്പൊ ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് ആദ്യം നമ്മൾ പി എഴുതണം, ക്യൂ എഴുതണം. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം ഇങ്ങനെ dy/dx പ്ലസ് py ഈക്വൽ ടു q. ഇതേപോലെ ഇവിടെ കിടക്കുന്നുണ്ടോ? അപ്പൊ ഇവിടെ dy/dx കറക്റ്റ് ആണ്. py ഇവിടെ കണ്ടല്ലോ y. അപ്പൊ p എന്ന് പറഞ്ഞാൽ ഇത്രയാണ് നമ്മുടെ p. ഓക്കെ, ഇത്രയാണ് നമ്മുടെ q. അപ്പൊ പിയും കിട്ടി, ക്യൂവും കിട്ടി. ഇത് p, ഇത് q. അപ്പൊ നമുക്ക് പിയും ക്യൂവും കിട്ടിയാൽ ആദ്യം നമ്മൾ എഴുതേണ്ടത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കേട്ടോ. എല്ലാ ക്വസ്റ്റ്യന്റെ സ്റ്റാർട്ടിംഗ് ഇന്റഗ്രേറ്റീവ് ഫാക്ടർ. ഫോർമുല ഫോർ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ഈസ് e raised to integral pdx. e raised to integral pdx. That is e raised to integral p എന്ന് പറഞ്ഞാൽ -3 cot x കേട്ടോ. തെറ്റിക്കല്ലേ. e raised to integral -3 cot x dx. സൈനോടുകൂടി വേണം p എടുക്കാൻ. ചെറിയ മൈനസിനെ ഇട്ടിട്ട് ബാക്കി എടുക്കുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ -3 cot x dx. That is e raised to integral -3 ഇങ്ങ് പുറത്തെടുക്കണം കേട്ടോ. -3 ഇങ്ങ് പുറത്തെടുത്താൽ ബാക്കി ആരെന്നേ ഉള്ളൂ? cot x എന്ന് മാത്രമേ ഉള്ളൂ. That is e raised to -3 into integral cot x. cot x ന്റെ ഇന്റഗ്രൽ ആരാണെന്ന് എളുപ്പം നോർത്തേ. എളുപ്പം cot x ന്റെ ഓർമ്മ വരുന്നുണ്ടോ നോക്കുക. cot x ന്റെ ഇന്റഗ്രൽ log sin x എന്നാണ് കേട്ടോ. log sin x. ഓക്കെ, മോഡുലസ് ഒന്നും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെ മോഡുലസ് ഇടണം അതൊന്നും വേണ്ട കേട്ടോ. ഇവിടെ -3 കിടക്കുന്നുണ്ടോ? അപ്പൊ അത് -3 ഇവിടെ നിന്ന് കളയാനുള്ള ഒരു മാർഗമുണ്ട്. ഈ -3യെ പിടിച്ച് ഈ സൈനിന്റെ പവർ ആക്കാം. ദാറ്റ് ഈസ് e raised to log sin x raised to -3 എന്നെല്ലാം കേട്ടോ. ലോഗിന് മുന്നിൽ കിടക്കുന്ന ഈ നമ്പറിനെ ലോഗിനുള്ളിൽ കിടക്കുന്ന ടേമിന്റെ പവർ. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, ഈയും ലോഗൂടെ കളഞ്ഞ രണ്ടുകൂടെ കളഞ്ഞ ബാക്കി sin x raised to -3. sin x raised to -3 നമുക്ക് എഴുതാം 1/sin3x. ഈ നെഗറ്റീവ് പവറിനെ പോസിറ്റീവ് പവർ ആക്കാൻ 1 ഇട്ടാൽ മതി. ഇതാണ് നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി നമുക്ക് സൊല്യൂഷൻ ഒരു ഫോർമുല ഉണ്ട്. ഓർമ്മയുണ്ടോ? സൊല്യൂഷൻ ഫോർ എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ into y equal to integral of again integrative factor into q dx. ഇതാണ് സൊല്യൂഷന്റെ ഫോർമുല. ദാറ്റ് ഈസ് ഇന്റഗ്രേറ്റീവ് ഫാക്ടർ നമുക്ക് കിട്ടിയ ആരാണ്? 1/sin3x into y is equal to next റൈറ്റ് സൈഡ് ഇന്റഗ്രൽ 1/sin3x into what is q. q എന്ന് പറഞ്ഞാൽ ആരാണ്? sin2x. ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അവിടെയാണ് പ്രോബ്ലം. ഇവനെ എന്ത് ചെയ്യും എന്നുള്ളത് ഒരു പ്രോബ്ലം തന്നെയാണ്. ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ. ഈ sin2x നമ്മൾ മാറ്റണം. ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. sin2x ഒരാളുണ്ട്, ഇയാള് വേണ്ടി വെട്ടിപ്പോവാൻ. ആരാണ്? sin2x can be 2 sin x cos x. 2 sin x cos x. ആ 2 കഴിഞ്ഞിട്ടുള്ള sin x ഉണ്ടല്ലോ, ഇയാളോട്ട് വെട്ടിപ്പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് എഴുതാൻ തോന്നണം. That is 1/sin3x into 2 sin x cos x dx. ഇതാണ്.
അപ്പൊ ഒരു സൈൻ എക്സിനെ നമുക്ക് വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി അപ്പൊ ഇവിടെ സ്ക്വയർ വരും. ക്യൂബ് ഉണ്ടായിരുന്ന ഒരാൾ പോയി സ്ക്വയർ ആയി. അപ്പൊ ഇപ്പൊ എന്തൊക്കെയായത്? ഇവിടെ ഒരു 2 ഉണ്ട്. 2നെ നമുക്ക് വേണമെങ്കിൽ പുറത്തെടുക്കാം കേട്ടോ. ഈ 2 ഇങ്ങനെ പുറത്തെടുത്തു. ബാക്കിയുള്ളത് കോസ് എക്സ് മണ്ടയ്ക്ക് ഉണ്ട്, താഴെ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്നാവും. ക്യൂബിൽ നിന്ന് 1 കുറഞ്ഞ് സ്ക്വയർ ആയി. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റൻ എന്ന് പറഞ്ഞോ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ കയറി വന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെയാണ് അവരിങ്ങനെ തെരഞ്ഞു പിടിച്ച് നോക്കുന്നത്. കാരണം ഒരു ക്വസ്റ്റിന് തന്നെ പല ടോപ്പിക്സുകൾ, പല ഓപ്പറേഷൻസുകൾ വരുന്നെങ്കിൽ അവൻ മതിയല്ലോ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് പോകാൻ പറ്റും. ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് യു ഈക്വൽ ടു സൈൻ എക്സ് എന്ന് കൊടുക്കണം. അപ്പൊ ഡി യു ഈക്വൽ ടു എത്ര കിട്ടും? കോസ് എക്സ് ഡി എക്സ്. ഇവിടെ കണ്ടോ കറക്റ്റ് കോസ് എക്സ് ഡി എക്സ് ഉണ്ടല്ലോ, അത് തന്നെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ മാറും? ദാറ്റ് ഈസ് ഇൻറ്റു ഈ കോസ് എക്സ് ഡി എക്സ് ആരായിട്ട് മാറും? ഡി യു ആയിട്ട് മാറും. ന്യൂമറൽ ബാക്കി ആരും ഇല്ലെങ്കിൽ 1 ബൈ സൈൻ സ്ക്വയർ എക്സ് ബിക്കംസ് യു സ്ക്വയർ. 1 ബൈ യു സ്ക്വയർ. 1 ബൈ യു സ്ക്വയർ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഡയറക്റ്റ് മെത്തേഡ് ഉണ്ടെന്ന് ഓർക്കില്ല, ഞാൻ അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. യു റേസ് ടു -2 നോക്കണം ആദ്യം. ഓക്കെ, അപ്പൊ ഇത് എന്തുപോലായി? യു റേസ് ടു -2 ഇസ് ഇൻ ദ ഫോം ഓഫ് എക്സ് റേസ് ടു -2, എക്സ് റേസ് ടു n, എക്സ് റേസ് ടു n-ന്റെ എക്സ് റേസ് ടു n+1 ബൈ n+1. ഇപ്പൊ യു റേസ് ടു -2-ന്റേത് യു റേസ് ടു -2 + 1 ബൈ -2 + 1. That is equal to 2 into u raised to -1 by -1. അവിടുത്തെ യുവിന് പകരം നമുക്ക് ആരെന്ന് കൊടുക്കാം? സൈൻ എക്സ് കേട്ടോ. അങ്ങനെ ആൻസർ എഴുതാൻ പറ്റും. അപ്പൊ ആൻസർ ഞാൻ ഇവിടെ ഉണ്ടെന്ന് എഴുതാം. That is equal to 2 into മൈനസ് ആകേണ്ട ഈ -1 ഇവിടെ -2 into u raised to -1 എന്ന് പറഞ്ഞാൽ 1 by u, that is -2 into 1 by sin x. 1 by sin x ആണെങ്കിൽ cosec x എന്ന്. അപ്പൊ -2 cosec x എന്ന് നമുക്ക് ആൻസർ എഴുതാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ളത് ചെയ്യാൻ എന്തായാലും ഒറ്റയ്ക്ക് ഇരുന്നപ്പം പറ്റിയെന്ന് കാണുന്നില്ല അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ എക്സാമിന് വരും. ഇതൊന്നും നിങ്ങൾ കണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച കാര്യമില്ല. ഇതൊക്കെ ഒരുവിധം കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസുകളാണ്, എക്സാമിന് വരാൻ പറ്റിയ ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇതേപോലെ നിങ്ങൾക്ക് എക്സാം വരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ല അടിപൊളി ക്ലാസ്സുകളും ഏറ്റവും സിമ്പിൾ മെത്തേഡ്സുകളും തന്നുള്ള ക്ലാസ് കിട്ടും. എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.